നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 55 വയസ്സുള്ള ഉത്തമനാണ് മരിച്ചത്. ഒല്ലൂർ സ്റ്റേഷനും തൃശൂർ സ്റ്റേഷനുമിടയിൽ രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഒല്ലൂർ ഗാങ് നമ്പർ 2-ലെ കീമാൻ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. ഉത്തമൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് എറണാകുളം ജില്ലാ ഘടകം രൂപീകരിച്ചു. ആലുവയിൽ നടന്ന ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം സ്റ്റേറ്റ് ഹൈപ്പർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ സി അബ്ദുൾ സലാം കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി MC റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അങ്കമാലി MC റോഡിൽ മരൊട്ടിച്ചോടിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. തിങ്കളാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു അപകടം. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വലിയപറമ്പ് കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയിൽ ചെസ് മത്സരം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സിവിൽ സർവീസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു. തൃശൂർ സെൻട്രൽ സഹോദരിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഫോർട്ട് കൊച്ചി RDO K മീര AS ഉദ്ഘാടനം ചെയ്തു. സഹോദയ ചീഫ് പാട്രൺ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. കുഴിക്കാട്ടുശ്ശേരി വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സാമൂഹ്യ സുരക്ഷാ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുമൈല ഷഗീർ ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് അംഗം മിനി പോളി അധ്യക്ഷത വഹിച്ചു. പറവൂർ ചെറായി റോഡിൽ ഇരുചക്ര വാഹനാപകടത്തിൽ അമ്മയും മകനും മരിച്ചു. നായരമ്പലം കുടുങ്ങാശ്ശേരി തെക്കേ വീട്ടിൽ ബിന്ദു, മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 7 മണിയോടെ ചെറായി പാടത്തിന് സമീപത്തായിരുന്നു അപകടം. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയുടെ വായന പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി പ്രതിഭാ സംഗമവും അനുമോദനവും നടന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം തല പരിപാടി നടന്നു. BJP മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി എന്നിവർ ചേർന്ന് ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്രത്തിൽ നെല്ലിത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകാരുടെ കൂടെ തോട്ടിൽ കുളിക്കാൻ പോയ യുവാവ് മുങ്ങി മരിച്ചു. പൊയ്യ സ്വദേശിയായ കാട്ടുപറമ്പിൽ സുബീഷാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് സംഭവം. പൊയ്യ അഡാക് ഫിഷ് ഫാമിലി സമീപം തോട്ടിൽ സുഹൃത്തുക്കളുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.